ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള 4 തരം ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/4 കപ്പ് റവയാണ്. കൂടെ തന്നെ 1/4 കപ്പ് അരിപ്പൊടിയും 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി പൊടികളൊക്കെ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. നമുക്കിതായി പൊടികളുടെ ഷെയ്ഡൊന്നും ഒത്തിരി മാറി കിട്ടേണ്ട ആവശ്യമില്ല. ഇത് നല്ലപോലെ ഒന്ന് റോസ്റ്റായി കിട്ടിയാൽ തന്നെ മതി. ലോ ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് നേരം മാത്രം ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. ഇതാ കണ്ടോ, ഈ ഒരു പാകമായാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത് 2 കോഴിമുട്ടയാണേ. ഇനി മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മളിപ്പോൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ പൊടികളില്ലേ, അതാണ് കേട്ടോ ഇട്ട് കൊടുക്കണത്. ഇനി ഇതാ നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ള പൊടികളും മുട്ടയും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കിയും കൂടെ എടുക്കാം. ആദ്യമേ നമ്മളിതിലേക്ക് ഒത്തിരി വെള്ളമൊക്കെ ചേർത്തിട്ട് മിക്സാക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളമൊക്കെ കൂടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് മിക്സാക്കിയിട്ട് എടുക്കുന്നതാണ് കേട്ടോ ഒന്നുകൂടെ നല്ലത്. എനിക്കിത് നല്ലപോലെ മിക്സാക്കി എടുക്കാനായിട്ട് 1/2 കപ്പ് വെള്ളമാണ് വേണ്ടി വന്നത്. ഇതാ കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ മാവ് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ദോശമാവ് പോലെ തന്നെ. ഇനി ഇത് 10 മിനിറ്റ് നേരം ഒന്ന് മാറ്റി വയ്ക്കുകയും കൂടെ ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ മാവൊക്കെ ഒന്നും കൂടെ തിക്കായി വന്നിട്ടില്ലേ. ഇതിലേക്ക് ചേർക്കുന്നത് മീഡിയം വലുപ്പമുള്ള ഒരു സവാള, അതായത് ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതും കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റും കൂടെ തന്നെ കുറച്ച് മുരിങ്ങയിലയുമാണേ. നമ്മൾ ചേർത്തിട്ടുള്ള ക്യാരറ്റിനും സവാളയ്ക്കും മുരിങ്ങയിലയ്ക്കും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എത്ര വേണേലും നമുക്ക് ചേർക്കാം. ഇതുമാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള തക്കാളിയോ ചീരയോ ബീൻസോ ഒക്കെ ചേർക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പച്ചക്കറികളൊന്നും ചേർക്കാതെ ഈ ഒരു സവാള മാത്രം ചേർത്തിട്ട് ഇത് തയ്യാറാക്കിയാലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഇതുപോലെ മുരിങ്ങയിലയൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കുവാണെങ്കിൽ ഒന്നും കൂടെ ഹെൽത്തി ആയിരിക്കുമല്ലോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകാണ്. കൂടെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള 1 ടീസ്പൂൺ ഇഞ്ചിയും കുഞ്ഞായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റൊന്നും എല്ലാവർക്കും നല്ല ഇഷ്ടമുണ്ടാവണമെന്നില്ലല്ലോ. ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതെല്ലാം കൂടെ യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഈ സമയം തേങ്ങയും ചേർക്കാവേ. ഇപ്പോൾ നല്ലപോലെ ഇത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ഓയിലൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി നമ്മുടെ ഈ കടുകൊക്കെ ഒന്ന് പൊട്ടിക്കഴിയണ സമയത്ത് ഇത് ഈ പാനിൻ്റെ എല്ലാ ഭാഗത്തുമായിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു മിക്സിലെ ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സ്പൂണ് വെച്ചിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്ത ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിക്കാം. ഈ സമയം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അകമൊന്നും നന്നായിട്ട് വെന്ത് കിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് നല്ലപോലെ വെന്തപ്പോൾ ഞാനിത് മറിച്ചിട്ടുകൂടെ കൊടുത്തിട്ടുള്ളതാണിത്. ഇനി നമുക്കിതിൻ്റെ മറ്റേ സൈഡും മൂടി വെച്ച് തന്നെ വേവിക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും, ഒത്തിരി സമയമൊന്നും എടുക്കില്ല. ഇപ്പോൾ ഇതിൻ്റെ മറ്റേ സൈഡും നന്നായി തന്നെ വെന്തിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത്രേ ഉള്ളൂ നമ്മുടെ പൊടികളും പച്ചക്കറികളും ഒക്കെ ചേർത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു ഓംലെറ്റ്. തയ്യാറാക്കാനും നല്ല എളുപ്പമല്ലേ. ഇത് കഴിക്കാനായിട്ടും നല്ല രുചി തന്നെയാണ് കേട്ടോ. ഇഷ്ടമായി കഴിഞ്ഞാൽ തയ്യാറാക്കി നോക്കണേ. ഇനി അടുത്തതായിട്ട് ഗോതമ്പ് പൊടി കൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാനായിട്ട് പറ്റിയ ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് എടുക്കേണ്ടത് കുക്കുംബറാണ്. ഇതിനെ കക്കരിക്ക, വെള്ളരിക്ക അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ പേരാ പറയുക. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ ശേഷം ഇതുപോലെ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി കുക്കുംബറൊക്കെ നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ചേർത്തിട്ടല്ല കേട്ടോ അരച്ചെടുക്കണത്. നല്ലപോലെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണേ.
നമ്മളിവിടെ തയ്യാറാക്കണത് ചപ്പാത്തിയാണ് കേട്ടോ. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുക വെള്ളമൊക്കെ ചേർത്തിട്ടല്ലേ. പക്ഷെ നമ്മളിവിടെ ഈ ഒരു കുക്കുംബർ ജ്യൂസിലാണ് നമ്മുടെ ഈ ഒരു മാവ് കുഴച്ചെടുക്കണത്. അതുപോലെ ഗോതമ്പ് പൊടിയൊക്കെ ചേർക്കണ സമയത്ത് ഈ ഒരളവിൽ തന്നെ ചേർക്കണം എന്നില്ല കേട്ടോ. നമ്മൾ എടുക്കണ കുക്കുംബർ ജ്യൂസിൻ്റെ അളവനുസരിച്ചിട്ട് നമ്മൾ ഈ ചേർക്കണ ഗോതമ്പ് പൊടിയുടെ അളവിലും വ്യത്യാസം വരാം. ഒരുപാട് ഗോതമ്പ് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു മാവ് ഒത്തിരി ഡ്രൈ ആക്കിയിട്ട് എടുക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചപ്പാത്തിയൊക്കെ റെഡിയായി വരുന്ന സമയത്ത് ഒത്തിരി ഹാർഡായി പോവും. ഇതാ കണ്ടോ, ഞാനിപ്പോൾ ഇത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതാ ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് മാവൊക്കെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് 10 മിനിറ്റായി. നമുക്കിനി പരത്തിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിൽ നിന്നും ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് കൂടെ എടുക്കാം. നമുക്ക് എത്ര വലുപ്പത്തിലുള്ള ചപ്പാത്തി വേണോ അതിനനുസരിച്ചിട്ട് ഉരുളകളാക്കിയിട്ട് എടുക്കണേ. ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് പരത്തിയിട്ടെടുക്കാം. വെള്ളരിക്കയൊക്കെ നമ്മൾ കഴിക്കണത് ഒത്തിരി നല്ലതാണ് കേട്ടോ. അതുപോലെ ചപ്പാത്തിയൊക്കെ നമ്മുടെയൊക്കെ വീട്ടിൽ മിക്കവാറും തന്നെ ഉണ്ടാക്കാറുള്ളതല്ലേ. അപ്പോൾ ഇനി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണ സമയത്ത് ഇതുപോലെ വെള്ളരിക്കയുടെ ജ്യൂസിൽ ഉണ്ടാക്കി നോക്കണേ. ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്കങ്ങനെ പെർഫെക്റ്റ് സർക്കിളായിട്ടൊന്നും കിട്ടാറില്ല കേട്ടോ. ഇതുപോലെയൊക്കെ കിട്ടാറുള്ളൂ. എല്ലാം തന്നെ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ചുട്ടെടുക്കാം. 30 സെക്കൻഡൊക്കെ ആകുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് തിരിച്ച് മറിച്ചു ഇട്ട് കൊടുത്ത് നല്ലപോലെ വേവിച്ചിട്ടെടുക്കാം. കുറച്ച് പേർക്കൊക്കെ ഇതുപോലെ കുക്കുംബറൊക്കെ ചേർത്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് അറിയണുണ്ടാവും. അറിയാത്തവരുണ്ടെങ്കിൽ ഒരു തവണയിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. ഈ കുക്കുംബറിൽ ധാരാളം ന്യൂട്രിയൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. ഇത് വെയിറ്റ് ലോസിനും അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ ലെവലൊക്കെ കൺട്രോൾ ചെയ്യാനും നല്ലത് തന്നെയാണ്. എല്ലാതും തന്നെ നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാം. നമുക്കിത് നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ കിട്ടുക. ഇനി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ കുക്കുംബർ ജ്യൂസ് കൂടെ ചേർത്തിട്ട് തയ്യാറാക്കി നോക്കണേ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് തയ്യാറാക്കുന്നത് ഒരു ബീഹാറി സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒരു സ്പൂണ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുകയും കൂടെ ചെയ്യാം. അത് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ, അതുപോലെ തന്നെ ആദ്യമേ ഇതിലേക്ക് ഒത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുക്കുന്നതിന് കഴിഞ്ഞും ഒന്നും കൂടെ നല്ലത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണതാണ്. നമുക്ക് ഈ മാവ് ഒരുപാട് നേരം കൈവച്ചിട്ട് കുഴച്ചെടുക്കുകയൊന്നും വേണ്ട. കണ്ടോ, ഇതുപോലെ ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയിട്ട് എടുത്താൽ തന്നെ മതിയാകും. ഇനി ഈ മാവ് 10 മിനിറ്റ് നേരം ഇവിടെ നിന്ന് മാറ്റി വയ്ക്കുകയും കൂടെ ചെയ്യാം. നമ്മുടെ ഈ മാവ് നല്ലപോലെ സോഫ്റ്റായിട്ട് വരാനായിട്ടാണ് കേട്ടോ നമ്മളിതാ ഇതുപോലെ മാറ്റി വെക്കണത്. 10 മിനിറ്റൊക്കെ കഴിയണ സമയത്ത് നമുക്കിതെടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കണത്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കുകയും കൂടെ ചെയ്യാം. ഒരുപാട് കനം കുറച്ചിട്ടല്ല, ചെറിയൊരു കട്ടി ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കണ്ടോ, ഞാൻ ഈ ഒരു കനത്തിലാണ് ഇത് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റീൽ ഗ്ലാസ് ആണ് എടുത്തിരിക്കണേ. മുഴുവനും തന്നെ നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടെടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ബാക്കി വരണ മാവില്ലേ, അത് കളയേണ്ട ആവശ്യമില്ല. അത് വീണ്ടും ഒന്നും കൂടെ പരത്തിയിട്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്തിട്ട് 4 സൈഡും ഇതുപോലൊന്ന് ആക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. നല്ലൊരു ഷേപ്പ് കിട്ടാനായിട്ട് മാത്രം ഇങ്ങനെ ചെയ്യണമെന്നേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയല്ലേ. എല്ലാം തന്നെ നമുക്ക് ഇതേപോലെ ചെയ്തിട്ടെടുക്കാം. ഒത്തിരി സമയമൊന്നും എടുക്കില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. ഇതിനിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് എടുക്കേണ്ടത് പരിപ്പാണ്. ഞാൻ 3/4 കപ്പ് സാമ്പാർ പരിപ്പാണ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണത്. ഇനി ഈ പരിപ്പൊക്കെ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത ശേഷം 10 മിനിറ്റ് നേരം വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. പരിപ്പൊക്കെ വെന്ത് കിട്ടാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളിത് ഇതുപോലെ കുതിർത്തെടുക്കണമെന്നേ ഉള്ളൂ. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അതിനായിട്ടൊരു കുക്കറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മീഡിയം വലിപ്പമുള്ള ഒരു സവാള. കണ്ടോ, ഇതുപോലെ അരിഞ്ഞെടുത്തതും ഒരു തക്കാളിയും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകുമാണ്. പച്ചമുളകൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാം. ഒപ്പം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം.
ഇനിതാ നമ്മുടെ കുക്കറൊന്ന് മൂടി വെച്ച ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. ഫസ്റ്റ് വിസിൽ വന്നു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അത് കഴിഞ്ഞാൽ 3 വിസിൽ, അപ്പോഴേക്ക് തന്നെ നമ്മുടെ പരിപ്പൊക്കെ നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. 3 വിസിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. പ്രഷറൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിത് തുറന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. ഇതാ കണ്ടില്ലേ, നമ്മുടെ പരിപ്പും തക്കാളിയും നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു പരിപ്പ് കറിയൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഗോതമ്പ് പീസസിലെ ഇത് നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഇനി ഈ പരിപ്പ് കറിയിൽ കിടന്നിട്ടാണ് നമ്മുടെ ഈ ഒരു ഗോതമ്പ് പീസസൊക്കെ നമുക്ക് വെന്ത് കിട്ടുക. ഇനി ഇതിലേക്ക് ചേർക്കണത് കുറച്ച് മല്ലിയിലയാണ്. ഇനി ഇത് മൂടി വെച്ചിട്ട് 15 മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഈ സമയം ലോ ഫ്ലെയിമിൽ വെക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാനും മറക്കല്ലേ. നമ്മളൊക്കെ കൂടുതലായിട്ടും ഗോതമ്പ് പൊടി കൊണ്ട് ചപ്പാത്തിയല്ലേ ഉണ്ടാക്കാറുള്ളൂ. അതിന് സൈഡായിട്ടല്ലേ നമ്മൾ ഇതുപോലെയൊക്കെ പരിപ്പ് കറിയൊക്കെ തയ്യാറാക്കുക. ഇനി ചപ്പാത്തിയും പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിന് പകരമായിട്ട് ഒരു തവണയിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. നമ്മളിതാ ഇതുപോലെ കറിയിലിട്ടിട്ട് വേവിക്കണമുണ്ട് ഈ കറിയുടെ എല്ലാ ഫ്ലേവറും നമ്മുടെ ഈ ഒരു പലഹാരത്തിനും ഉണ്ടാകും. അപ്പോൾ കഴിക്കാനായിട്ട് ഒന്നും കൂടെ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. നമ്മളിൽ എല്ലാവർക്കും തന്നെ പരിപ്പ് കറിയൊന്നും അത്ര ഇഷ്ടമാവണമെന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ചപ്പാത്തിക്കൊക്കെ സൈഡായിട്ട് എന്ത് കറിയാണോ തയ്യാറാക്കണത് ആ കറിയിലേക്ക് ഇതുപോലെ ഇട്ടിട്ട് വേവിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ചെയ്യാനായിട്ട് ഒന്നും കൂടെ നല്ല എളുപ്പമല്ലേ. നല്ല സോഫ്റ്റായിട്ടായിരിക്കും കേട്ടോ നമുക്കിത് കിട്ടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്രയും പരിപ്പ് ചേർക്കാനായിട്ട് ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് കുറവായിട്ട് പരിപ്പ് ചേർത്തിയാൽ മതി. അങ്ങനെ തയ്യാറാക്കിയാലും ഇത് കഴിക്കാനായിട്ട് നല്ല രസമുണ്ടായിരിക്കും. ഇതിവിടെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ചും കൂടെ ചേർക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് വലിയൊരു സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിതാ ഇതുപോലെ നെയ്യിൽ കടുകൊക്കെ പൊട്ടിച്ചിട്ട് ചേർക്കുമ്പോൾ കഴിക്കാനായിട്ട് ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. നെയ്യുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കടുകാണേ. ഈ കടുകൊക്കെ ചെറുതായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് 6 ചുവന്നുള്ളി കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതും, ഒപ്പം തന്നെ 5 വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തതും, കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് പറ്റിയ നല്ലൊരു പലഹാരമാണ് കേട്ടോ ഇത്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാം. നമ്മൾ ഈ ചേർത്തിട്ടുള്ള ഉള്ളിയുടെ ഷെയ്ഡൊക്കെ മാറി വരണവരെ നല്ലപോലെ ഇതൊന്ന് വഴറ്റി കൊടുക്കുകയും കൂടെ ചെയ്യാം. ഇപ്പോൾ കണ്ടോ ഈ ഒരു പാകമായ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിലും കുറച്ച് കുറവായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുമാണ് ചേർക്കണത്. നമ്മൾ ഈ വറുത്തെടുത്തത് നമ്മുടെ ഈ ഒരു പരിപ്പിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം ഉപ്പ് കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഇതിലേക്ക് 1-2 ടീസ്പൂൺ നെയ്യ് ചേർത്താലും നല്ലത് തന്നെയാണ്. ഇത്രയും ആയാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്ത് വരുന്ന സമയത്ത് ഒന്നും കൂടെ തിക്കായിട്ട് വരും. ഇത് നമ്മുടെ ഈ ഒരു കറിയിൽ കിടക്കണ കൊണ്ട് തന്നെ എത്ര സമയം കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. പരിപ്പ് കറിയൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടമുള്ള എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ബീഹാറി സ്പെഷ്യലും ഒരുപാട് ഇഷ്ടമാകും. ഇഷ്ടമായി കഴിഞ്ഞാൽ തയ്യാറാക്കി നോക്കണേ. ഇനി അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതുപോലെ തന്നെ സ്നാക്സ് ആയിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ, അതുപോലെ തന്നെ എനിക്കിത് നല്ലപോലെ കുഴച്ചെടുക്കാനായിട്ട് 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് കേട്ടോ വേണ്ടി വന്നത്. നമുക്ക് ഈ മാവ് ഒരുപാട് സമയം കുഴച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ തന്നെ മതിയാകും. ഇത്രയും മതി. ഇനി നമുക്കിത് 10 മിനിറ്റ് നേരം ഒന്ന് മാറ്റി വയ്ക്കുകയും കൂടെ ചെയ്യാം. ഈ സമയം നമുക്ക് ഇതിലേക്കുള്ള ചെറിയൊരു മസാല കൂടെ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത്. ഇനി എണ്ണയൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ പെരുംജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. പെരുംജീരകത്തിൻ്റെ ടേസ്റ്റൊന്നും എല്ലാവർക്കും നല്ല ഇഷ്ടമുണ്ടാവണമെന്നില്ല. ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മീഡിയം വലുപ്പമുള്ളൊരു സവാള. കണ്ടോ ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇനി നമുക്ക് ഈ സവാളയൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളയുടെ ഷെയ്ഡൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കണത്.
കൂടെ തന്നെ ഇതാ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള 1 ടീസ്പൂൺ ഇഞ്ചിയും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളും കൂടെ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കൂടുതലോ കുറവൊക്കെ നമുക്ക് ചേർക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ ചാറ്റ് മസാലയുമാണ് കേട്ടോ ചേർക്കണത്. ഇപ്പോൾ ചാറ്റ് മസാലയൊക്കെ കയ്യിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിന് പകരമായിട്ട് കുറച്ച് കൂടുതലായിട്ട് ഗരം മസാല ചേർത്തിയാൽ മതി കേട്ടോ. ഈ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് പോയി കഴിഞ്ഞാൽ ഇതിലേക്ക് 2 വലിയ ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്ത ശേഷം ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ ചേർക്കണത്. ഗ്രേറ്റ് ചെയ്തെടുക്കണമെന്നും നിർബന്ധമൊന്നുമില്ല, കൈ കൊണ്ടൊന്ന് ഉടച്ചെടുത്താലും മതിയേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇതാ കണ്ടോ ഇതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതുമാത്രമല്ല കേട്ടോ, നമുക്കിതിലേക്ക് ഈ സമയം ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർക്കാം. പച്ചക്കറികളെ കുറച്ച് കൂടുതലായിട്ട് ചേർത്തിയാലും നല്ലത് തന്നെയല്ലേ. ചായയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റിയ നല്ല രുചിയുള്ള സ്നാക്സാണ് കേട്ടോ ഇത്. എല്ലാവർക്കും തന്നെ ഒത്തിരി ഇഷ്ടമാകും. നമ്മുടെ ചാനലിൽ കുറേ വെറൈറ്റി ആയിട്ടുള്ള നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് വലിയൊരു സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണേ. ഈ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്തിട്ട് നമ്മുടെ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കുമ്പോൾ കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് എടുക്കേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഗോതമ്പ് മാവില്ലേ, അതാണേ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലെ 2 പീസായിട്ട് എടുക്കുന്നുണ്ടേ. ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ ഇങ്ങനെയൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് പരത്തിയിട്ടെടുക്കാം. ഇത് ഒത്തിരി കനം കുറച്ചിട്ട് പരത്തിയെടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയെടുത്താലും കുഴപ്പമൊന്നുമില്ല. കണ്ടോ ഇതുപോലെ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങിൻ്റെ മിക്സല്ലേ, അതാണ് വെച്ച് കൊടുക്കണത്. ഇനി ഇത് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. ഇപ്പോൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഇത് ആലു പൊറോട്ടയല്ലേ എന്ന്. ആ ഒരു ടേസ്റ്റേ അല്ല കേട്ടോ നമ്മുടെ ഈ ഒരു സ്നാക്സിന് ഉണ്ടാവുക. എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് കൂടെ എടുക്കാം. ഇത് സ്നാക്സായിട്ട് മാത്രമല്ല കേട്ടോ, നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ സ്കൂളിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൂടെ കൊടുത്തു വിടാനായിട്ട് പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. 2 എണ്ണവും ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്തു കഴിഞ്ഞാൽ കാണാനായിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡ് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇത് കണ്ടോ ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് കൂടെ എടുക്കാം. നിങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് തയ്യാറാക്കണതെങ്കിൽ കുറച്ച് വലുതായിട്ട് ഇത് കട്ട് ചെയ്തിട്ട് എടുക്കണേ. മുഴുവനും ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലായിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ. ഇത് നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുക. തയ്യാറാക്കാനും നല്ല എളുപ്പമല്ലേ. കുറച്ച് പേർക്കൊക്കെ ഇതുപോലെ ചെയ്യാനായിട്ട് അറിയുന്നുണ്ടാവും. അറിയാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ ചെയ്ത് നോക്കണേ. മുഴുവനും ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇതിനായിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒത്തിരി എണ്ണയൊന്നും വേണ്ട കേട്ടോ, വളരെ കുറച്ച് തന്നെ മതിയാകും. ഇനി ഈ എണ്ണയൊക്കെ നമ്മുടെ പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് തൂത്ത് കൊടുത്ത ശേഷം നമുക്കിത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. മുഴുവനും ഇതുപോലെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഈ സമയം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി മറ്റേ സൈഡും മൂടി വെച്ച് തന്നെ നല്ലപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഒത്തിരി സമയമൊന്നും എടുക്കില്ല കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ മറ്റേ സൈഡ് നമുക്ക് നല്ലപോലെ മുരിഞ്ഞ് കിട്ടിയിട്ടില്ലേ. ഈ ഒരു പാകമായാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് കഴിക്കാനായിട്ടൊരു പ്രത്യേക രുചിയാട്ടോ. നമ്മൾ ചേർത്തിട്ടുള്ള ടൊമാറ്റോ കെച്ചപ്പിൻ്റെയും ചാറ്റ് മസാലയുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ കൂടെ നമ്മുടെ ഈ ഒരു സ്നാക്സിനുണ്ടാവും. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു തവണയിലും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ കേട്ടോ. താങ്ക്